അല്ല ചേട്ടാ, ഈ വടകര മണ്ഡലത്തിൽ അവസാനം ബോംബ് തന്നെയായി ചർച്ചാ വിഷയം. അതിപ്പോൾ എങ്ങനെ ചർച്ചയില്ലാണ്ടിരിക്കും? ബോംബ് പൊട്ടിയതോ പൊട്ടി, ഷെറിലിൻ്റെ 2 കൈപ്പത്തിയും പോയി. ഈ നേതാക്കന്മാർക്ക് ഒന്ന് അടങ്ങിയിരുന്നൂടെ, മിണ്ടാണ്ടിരുന്നൂടെ? ന്യായീകരിച്ച് ഇങ്ങനെ കൊളാക്കുക. അതിനിടയിൽ ഷെറിലിൻ്റെ വീട്ടിലേക്ക് നേതാക്കന്മാർ പോകുന്നു, മറുഭാഗത്ത് തള്ളിപ്പറയുകയും ചെയ്യുന്നു. പോയത് മാത്രമല്ലല്ലോ, ഇപ്പം അറസ്റ്റിലായിരിക്കുന്ന DYFI ഭാരവാഹികളാണ്. പിണറായിയുടെ പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒന്നും പറയാനും കഴിയില്ല. അല്ല, സംഭവം സത്യമാണ്, വലിയ ന്യായീകരിക്കാനൊന്നുമില്ല. പക്ഷെ അപ്പോഴും പാർട്ടി പറയുന്നത് എന്താ? പാർട്ടിക്ക് ബന്ധമില്ല എന്നൊക്കെയാണ്. പോലീസ് കള്ളക്കേസ് എടുക്കുന്നു എന്നൊക്കെയാണ്. ആരോ ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോയതല്ല, CPM-ന്റെ തലയെ കെട്ടി വെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടത്. അതുവഴി മറ്റേ വടകര ഞങ്ങൾ ശരിയായി കളിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. വടകര ശൈലജ ടീച്ചറെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ കേരളത്തിൽ 20 സീറ്റുണ്ടല്ലോ, ഇതാദ്യം ജയിക്കുന്ന സീറ്റ് വടകരയിൽ. ഏതായാലും വല്ലാത്ത പണിയായിപ്പോയി. ശൈലജ ടീച്ചർക്ക് ഇപ്പം പാനൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ കലിയാണ്. ഇപ്പം കേരളത്തിനകത്ത് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. അത് ഉണ്ടാക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി. അങ്ങനെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ചിലർ. ഞങ്ങൾക്കതിലൊന്നും താല്പര്യം. ഞങ്ങൾ ജനങ്ങളോട് ജീവിത പ്രശ്നങ്ങളും രാഷ്ട്രീയവും പറഞ്ഞ് ചർച്ച ചെയ്ത് സമാധാനപരമായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മുഖ്യമന്ത്രി പറഞ്ഞത് CPM നേതാക്കന്മാർ പോയത് മാനുഷികമായ ഒരു പരിഗണന വെച്ചുകൊണ്ടാണ്, അത്തരം ഒരു ഇടപെടലാണ് നടന്നത്. ഇതെന്തിനാ ഇത് തന്നെ ഇങ്ങനെ ചോദിക്കുന്നത്? അതിന് ഗോവിന്ദ മാഷ് മറുപടി പറഞ്ഞു, ഏരിയ സെക്രട്ടറി മറുപടി പറഞ്ഞു. പിന്നെ അതൊരു പ്രശ്നമാക്കണമെന്നുണ്ടോ? അല്ല, ടീച്ചർക്ക് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഈ TP കേസുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ പതുക്കെ മയത്തിൽ എവിടെയും തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോഴാണ് ഈ കണ്ണൂരുകാർ ഈ പണി കൊടുത്തത്. ഷാഫി ആണെങ്കിൽ വെറുതെ ഇരിക്കുമോ? മൂപ്പര് അതിഭീകരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ധർണ നടത്തുന്നു, മാർച്ച് നടത്തുന്നു, പിക്കറ്റിംഗ് നടത്തുന്നു. ഇതെല്ലാം കൂടി ആകുമ്പോൾ സ്വാഭാവികമായും ചർച്ച മാറുമല്ലോ. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സമാധാനം. അവരിങ്ങനെ കൃത്യമായ ഇടവേളകളിൽ വാളിന് വെട്ടിയോ ബോംബ് പൊട്ടിയോ ആളുകൾ മരിക്കുന്ന വാർത്തകളും അസ്വസ്ഥതകളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ഇതിനെ മാറ്റാനോ കാണാനോ അല്ല അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലായിടത്തും പറയുന്നുണ്ട്, ബോംബിനേക്കാൾ വാളിനേക്കാൾ വെട്ടിനേക്കാൾ കരുത്ത് വോട്ടിനുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. എനിക്കിന്നിട്ടും മനസ്സിലാവുന്നില്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് വെച്ചൊക്കെയുള്ള കളി അത് അബദ്ധമല്ലേ? തിരിച്ചടിയാവൂലേ? ആളുകളാണെങ്കിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണിത്. എന്നിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നിങ്ങളെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ നമ്മളെ കണ്ണൂർ പഴയ ബോംബ് സ്ഫോടനത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. എത്ര പേരാണ് പരിക്കേൽക്കുന്നത്, എത്ര പേരാണ് മരിക്കുന്നത്, ഇപ്പോഴും എത്ര പേർക്കാണ് കൃത്യമായ അവയവങ്ങളൊന്നുമില്ലാതെ നടക്കുന്നത്. മനുഷ്യനാണെങ്കിൽ ചൊവ്വയിൽ ആൾക്കാർ ഇറക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഡെവലപ്മെൻറ്റും ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവിടെ കുപ്പിച്ചില്ലും തുരുമ്പ് പിടിച്ച കമ്പിയും ആണിയും ഇതൊക്കെ വെച്ചിട്ട് ബോംബുണ്ടാക്കുന്നത്. ഇതെന്തായാലും പൂജിക്കാനൊന്നുമല്ലല്ലോ, ഇത് ആർക്കോ ഒരാൾക്ക് എറിയാനല്ലേ. ആ ഒരു മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കും. ഏതായാലും വിഷയം BJP ഇപ്പം സജീവ ചർച്ചയാക്കിയിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. This is absolutely a shocking thing. First time in India we are seeing a bomb factory, and therefore our reply to violence will be peace. ബെസ്റ്റ് പറയാൻ പറ്റിയ മാന്യന്മാർ കേട്ടാ വിചാരിക്കും ഇവർക്ക് ഇതിൽ നിന്ന് യാതൊരു പങ്കുമില്ലെന്ന്. എത്ര പേരുണ്ട് എനിക്കൊക്കെ ഓർമ്മയുണ്ട്, അവിടെ വീട് തന്നെ മൊത്തം തകർന്നു പോയത് ബോംബ് ഉണ്ടാക്കുമ്പോൾ. ഇതേപോലെ തന്നെ BJPയുടെ ഒരുപാട് ആൾക്കാരും ബോംബ് പൊട്ടി പരിക്കേറ്റിട്ടുണ്ട്, ബോംബ് എറിഞ്ഞിട്ടുണ്ട്, ബോംബ് നിർമ്മിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതൊക്കെ അങ്ങ് കയറി തള്ളുന്നതല്ലാതെ BJPക്കൊന്നും ഇതിൽ യാതൊരു ന്യായീകരിക്കാൻ വകുപ്പില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ പണി ശൈലജ ടീച്ചർക്കാണ്. ആ പണി ആരെങ്കിലും കൊടുത്തതാണോ എന്നാണ് എൻ്റെ സംശയം. അങ്ങനെ ഉണ്ടാവോ? ആ